പതിവ് പോലെ തന്നെ നാട്ടിൽ വെക്കേഷനായിട്ട് വന്നു കഴിഞ്ഞാൽ മുത്തപ്പനെ കാണാറുള്ള പതിവുണ്ട്. അങ്ങനെ പറശ്ശിനിക്കടവേക്ക് നമ്മൾ ഫാമിലി ആയിട്ട് പോയതാണ്. അങ്ങനെ പറശ്ശിനിക്കടവ് പോയി നമ്മളൊരു ഉച്ച സമയത്താണ് എത്തിയത്. അങ്ങനെ തൊഴുത് നേരെ പ്രസാദം, അതായത് അവിടുത്തെ ഭക്ഷണം ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി. അങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള പോക്കാണ്. അങ്ങനെ പോയി പറശ്ശിനിക്കടവ് എത്തുന്ന ആൾക്കാർക്കെല്ലാം അറിയാം അവിടുത്തെ ഉച്ചഭക്ഷണ രീതികളും കാര്യങ്ങളും, അതുപോലെ തന്നെ പ്രസാദത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറശ്ശിനിക്കടവ് പോയതല്ലേ, അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും സംഭവങ്ങളും വാങ്ങിക്കേണ്ടി വരില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അന്ന് രാത്രി തന്നെ വിഷു നമ്മൾ ആഘോഷിച്ചു. അതായത് പടക്കങ്ങൾ പൊട്ടിച്ചിട്ടും കുട്ടികൾക്ക് കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. കാരണം വെച്ചാൽ വിഷുവിൻ്റെ 4 ദിവസം മുമ്പേ തിരിച്ചു വരേണ്ടതാണ്. അങ്ങനെ അന്നത്തെ ദിവസം വിഷു അങ്ങോട്ട് ആഘോഷിച്ചു. അങ്ങനെ വിഷു എത്തുന്നതിന് മുന്നേ തന്നെ വിഷുവൊക്കെ നാട്ടിൽ നിന്ന് ആഘോഷിച്ചു. വിഷുവിൻ്റെ 2 ദിവസം മുന്നേ തന്നെ നാട്ടിൽ നിന്ന് നേരെ ഗൾഫിലേക്ക്, അതായത് അബുദാബിയിലേക്ക് ഫ്ലൈറ്റ് കയറി. അങ്ങനെ നേരെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വിഷു സദ്യ ഞാൻ ശരിക്കും അബുദാബിയിൽ നിന്നാണ് കഴിച്ചത്. അബുദാബി NH ഹോട്ടൽ, അതായത് അബുദാബിയിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാം മദീന സെയ്ദ് മാളിലുള്ള NH ഹോട്ടൽ, അവിടെ നിന്നാണ് വിഷു സദ്യ കഴിച്ചത്. വിഷുവിൻ്റെ 2 ദിവസം മുന്നേ തന്നെ തിരിച്ചു വരേണ്ടത് കൊണ്ട് തന്നെ വിഷു സദ്യ എന്തായാലും വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. ആ ഒരു സദ്യ എനിക്ക് അബുദാബിയിൽ നിന്നാണ് കഴിക്കാൻ പറ്റിയത്. ഇപ്രാവശ്യം വിഷു അങ്ങനെയായി.